2026-27 വർഷത്തെ ഒരു പരിഷ്കരിച്ച ബഡ്ജറ്റാണ് ഇപ്പൊ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് ആദ്യം മനസ്സിലാക്കണം. നമുക്കറിയാം, ഇതിനു മുമ്പ് നമ്മൾ പല ബഡ്ജറ്റുകളും കണ്ടിട്ടുണ്ട്. ഈ ബഡ്ജറ്റുകളിലെല്ലാം നമുക്ക് ചിലപ്പോൾ നടപ്പാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും കയ്യടി നേടുന്ന പല ബഡ്ജറ്റുകളും ഉണ്ടായിട്ടുണ്ട്. മാണി സാറിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാനില്ല, അതിൽ കുറേ കാര്യങ്ങൾ പറയും. അപ്പൊ ആ കാര്യങ്ങൾ ചിലപ്പോൾ പലതും നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല. ഞാനൊരു UDF അനുഭാവി കൂടിയാണെങ്കിൽ കൂടി ഞാൻ പറയുകയാണ്. മറ്റൊരു ബഡ്ജറ്റ് നമ്മൾ 2-3 ബഡ്ജറ്റ് കണ്ടിട്ടുള്ളത്, ഒന്ന് ഐസക് സാറിന്റെ ബഡ്ജറ്റാണ്, മറ്റൊന്ന് ശ്രീ ബാലഗോപാലിന്റെ ബഡ്ജറ്റാണ്. ഇതിനകത്ത് പറയുന്നത് വളരെ ഒരു തിയററ്റിക്കൽ ആയിട്ട് ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നതെന്ന് അറിയില്ല. കുറെ കവിതകളും കുറെ ഷേക്സ്പിയറിന്റെ കുറെ വാചകങ്ങളൊക്കെ കുത്തി നിറച്ചുള്ള ബഡ്ജറ്റാണ്. ഇത് വളരെ ലളിതമായിട്ടുള്ള ബഡ്ജറ്റാണ്. UDF സർക്കാരിന്റെ പുതുയുഗ കേരളം എന്ന സ്വപ്നത്തിലേക്ക് ചുവടുവെക്കുന്ന പ്രഖ്യാപനവുമായിട്ടാണ് മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ആദ്യം തന്നെ പറഞ്ഞിട്ടെ, പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവാസികളുടെ സാധാരണ പ്രവാസികളുടെ റെമിറ്റൻസ് മണിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെ മാറ്റിക്കൊണ്ടൊരു ഇൻവെസ്റ്റ്മെന്റ് എക്കണോമി ആക്കാനുള്ള റെമിറ്റൻസ് എക്കണോമിയാണ് പ്രവാസികളുടെ. കാരണം അവർ പൈസ ഇടുന്നു, അതിൽ നിന്നൊരു എക്കണോമിയാണ്. നേരെ മറിച്ച് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് എക്കണോമിയാക്കി മാറ്റുന്നതിനുള്ള വലിയൊരു, നമ്മൾ ഈ പ്രവാസ ലോകത്ത് ഇരിക്കുമ്പോൾ വളരെ വലിയൊരു പ്രഖ്യാപനമാണ് നടന്നിട്ടുള്ളത്. അതായത് ഇതിപ്പോ ഒരു പണക്കാരെ മാത്രമല്ല, സാധാരണ മധ്യവർഗത്തിൽപ്പെട്ട എല്ലാവർക്കും ഈ ഒരു പൈസ നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇടത്തക്കാർക്കും എല്ലാവർക്കും ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു ഷെയർ ഇഷ്യൂ ചെയ്യും. ആ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പ്രവാസ ലോകത്തിരിക്കുന്ന നമ്മൾ പ്രവാസ ലോകത്തിലിരിക്കുമ്പോൾ അപ്പൊ ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്ക് നമ്മുടെ പ്രവാസം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആ ഷെയറിൽ നിന്നുള്ള വരുമാനം നമുക്ക് കിട്ടുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇത്രയും വർഷമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് ഞാൻ പ്രവാസികളെ കുറിച്ച് പറഞ്ഞു വെക്കാം. അടുത്തത്, യുവാക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് അവർ തൊഴിൽ തേടിയുള്ള കുടിയേറ്റം കുറയ്ക്കാനുള്ള ഒരു വലിയൊരു പദ്ധതിയാണ് കൊണ്ടിരിക്കുന്നത്, നോളജ് വാലി എന്ന പദ്ധതി. 100 കോടി രൂപയാണ് അതിനകത്ത് അനുവദിച്ചിട്ടുള്ളത്. പിന്നെ IIT മാതൃകയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു റിസർച്ച് പാർക്ക് 60 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട് ബഡ്ജറ്റിൽ. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഗ്ലോബൽ ജോബ് ടവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഒരു ബഡ്ജറ്റിനെ വിമർശിക്കുമ്പോൾ ഇത് വളരെ പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളൂ. വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ ഒന്ന് പഠിക്കാൻ അവസരം ഒരുക്കുന്ന സെമസ്റ്റർ ഇൻ കേരള എന്ന പദ്ധതി, അത് വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. മുമ്പുണ്ടായിരുന്ന ഒരു പദ്ധതിയാണ്, അത് വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. ബിരുദധാരികൾക്ക് വേഗത്തിൽ ജോലി ലഭിക്കാൻ സഹായിക്കുന്ന ബ്രിഡ്ജ് പ്രോഗ്രാമുകളും കോഴ്സുകളും നടപ്പിലാക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട എല്ലാ മേഖലകളിലും, ഒരു മേഖലയിൽ എല്ലാ മേഖലകളിലും ഇത് നടപ്പിലാക്കാൻ പറ്റുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇത്തരം കാര്യങ്ങൾ, ഇപ്പം വയനാട് ട്രൈബൽ സർവകലാശാല എന്ന് പറഞ്ഞു, തദ്ദേശ വിജ്ഞാന മേഖല എന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ ഈ ബഡ്ജറ്റ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റും. നാളെ ഈ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയും അതുപോലെ തന്നെ കേരളത്തിലെ ഈ അവസ്ഥകൾക്ക് ഒരു മാറ്റം വരുത്തുന്ന ഒരു ബഡ്ജറ്റാണ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പം ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇത് കുറെ പദ്ധതികളുണ്ട്, നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഇത് ഈ പദ്ധതികൾ ഞാൻ വീണ്ടും എടുത്തു പറയുന്നില്ല. പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഈ പല പ്രൊജക്ടുകളും കൊണ്ടുവരും. നമുക്കറിയാം, ഈ പ്രൊജക്ടുകൾ കൊണ്ടുവരുമ്പോൾ ഈ പ്രൊജക്ടുകൾ തുടങ്ങുന്ന കാലത്ത് ഇപ്പൊ ബഡ്ജറ്റിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രൊജക്ട്, ഒരു പാലം പണി, 30 കോടി രൂപയുടെ ഒരു പാലം പണി. ഇത് 2026-27 കാലഘട്ടത്തിൽ ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചപ്പോൾ ഇതിന് 30 കോടി രൂപയാണ് ചെലവ്. ഇത് 1 കൊല്ലം കൊണ്ടോ അല്ലെങ്കിൽ 2 കൊല്ലം കൊണ്ടോ സമയബന്ധിതമായിട്ട് തീർക്കേണ്ട ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി നീണ്ടു പോകുന്നത് 6 കൊല്ലം 7 കൊല്ലം. ഈ പദ്ധതി കഴിയുമ്പോൾ അതിന് 30 കോടി എന്നുള്ളത് 300 കോടിയായിട്ട് മാറുന്നു. ഇവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞ പദ്ധതി. ഈ പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണ്? ഈ 3 വർഷം കൊണ്ട് തീർക്കേണ്ട പദ്ധതി, 1 വർഷം കൊണ്ട് തീർക്കേണ്ട പദ്ധതി 3 കൊല്ലം 4 കൊല്ലം നീണ്ടു പോകുമ്പോൾ പദ്ധതിയുടെ ചെലവ് കൂടുന്നു. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും കേരളത്തിലെ ഇത് എക്സ്ചക്കറിൽ ബാധിക്കുന്ന സംഭവമാണ്. കേരളത്തിൽ അപ്പോൾ പല ഭാഗത്തു നിന്നും പൈസ എടുക്കേണ്ടതായിട്ട് വരും. നമുക്ക് ആ പൈസ നമ്മൾ ഇതിലേക്ക് വിനിയോഗിക്കേണ്ടതായിട്ട് വരും. പല ക്ഷേമ പദ്ധതികളിൽ ഉൾപ്പെടേണ്ട പൈസ നമ്മൾ ഇതിലേക്ക് വിനിയോഗിക്കേണ്ടി വരും. അങ്ങനെ ഈ പദ്ധതി പൂർത്തീകരിക്കും. ഈ പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ തികച്ചും പരാജയമായിരിക്കും. ഒരു മിനിറ്റ്, അതിന് വന്നിട്ടുള്ള ഒരു ഏറ്റവും വലിയ സംഭവമാണ് ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരു പ്രോട്ടോകോൾ തീരുമാനിക്കുകയാണ്. അതിന് ഉദ്യോഗസ്ഥരെല്ലാവരും അക്കൗണ്ടബിൾ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇപ്പൊ നമ്മൾ ഒരു ഉദ്യോഗസ്ഥരാണെങ്കിൽ, ഈ പ്രൊജക്ടിന്റെ മേലധികാരിയാണെങ്കിൽ, ഈ പ്രൊജക്ട് 1 കൊല്ലം കൊണ്ട് തീർക്കേണ്ട പ്രൊജക്ട് ആണെങ്കിൽ അത് 1 കൊല്ലം കൊണ്ട് തീർത്തില്ലെങ്കിൽ ഐ ആം അക്കൗണ്ടബിൾ ഫോർ ദാറ്റ്. അപ്പൊ ഈ അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് കേരളത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു നികുതി വർധന ഉണ്ടാക്കണം വേണം.
വേണം നിങ്ങൾ ആലോചിക്കും. ഒരു 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 ഏതെങ്കിലും ഒരു സ്ഥലത്ത് നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? സ്വകാര്യ ഇപ്പൊ എന്റെ സുഹൃത്ത് ഇപ്പൊ പറയാൻ പോകുന്നത് സ്വകാര്യ നിക്ഷേപം സ്വീകരിക്കും. സ്വകാര്യ നിക്ഷേപം സ്വീകരിക്കുന്നുണ്ട്, എന്താ തെറ്റ്? ഓക്കെ, നമ്മുടെ അതിലേക്കെല്ലാം കേരളത്തിൽ വരാം ശ്രീ അജി കുര്യാക്കോസ്. അടുത്ത ഘട്ടത്തിലേക്ക് ആ കാര്യങ്ങളിലേക്കൊക്കെ വരാം. എന്തായാലും താങ്കൾ സൂചിപ്പിച്ച ഈ യുവാക്കൾക്കായിട്ടുള്ള പ്രത്യേക പദ്ധതിയും അതിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇതിപ്പോൾ തൊഴിലധിഷ്ഠിതമായിട്ടല്ല ആ വിദേശ വിദ്യാഭ്യാസം നിലനിൽക്കുന്നത്. അങ്ങനെ അത് പുതിയ കടമായ 52,364 കോടിയിൽ 2/3 റവന്യൂ കമ്മി നികത്താനാണ്. ആസ്തി സൃഷ്ടിക്കാൻ 1/3 മാത്രമാണ് അതിൽ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം വിമർശനാത്മകമായി പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഷമീർ ടി പിയിലേക്ക് ഞാൻ പോവുകയാണ്.